തിരുപ്പതി ബാലാജി ക്ഷേത്രം അഥവാ തിരുമല വെങ്കിടേശ്വര ക്ഷേത്രം. സാധനാപദത്തിലെ അടുത്ത ക്ഷേത്രം ഈ ക്ഷേത്രമാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലുള്ള തിരുമല കുന്നുകളിലാണ് വെങ്കിടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുപ്പതി ക്ഷേത്രം ഒരു പ്രത്യേക വ്യക്തി ഒരു നിശ്ചിത കാലയളവിൽ നിർമ്മിച്ചതല്ല. നൂറ്റാണ്ടുകളിലൂടെ വിവിധ രാജവംശങ്ങൾ നൽകിയ സംഭാവനകളിലൂടെയാണ് ഇന്നത്തെ കാണുന്ന മഹാക്ഷേത്രമായി ഇത് മാറിയത്. ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പുരാതന കാലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പല്ലവ രാജവംശമാണ് ആദ്യമായി ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വലിയ പങ്കുവഹിച്ചത്. 10-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ക്ഷേത്രം വിപുലീകരിക്കുകയും ധാരാളം സ്വർണവും ഭൂമിയും ദാനം ചെയ്യുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം വിജയനഗര രാജാക്കന്മാരുടെ ഭരണസമയത്തായിരുന്നു, പ്രത്യേകിച്ച് കൃഷ്ണദേവരായരുടെ സമയത്ത്. ഇന്നത്തെ കാണുന്ന പല ഗോപുരങ്ങളും സ്വർണ്ണ മേൽക്കൂരയും എല്ലാം ഇക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. മറ്റു രാജവംശങ്ങൾ അഥവാ പാണ്ഡ്യന്മാർ, അതല്ലാതെ മൈസൂർ രാജാക്കന്മാർ, ഗദ്വാൾ ഭരണാധികാരികൾ ഇവരെല്ലാം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലും അതുപോലെ തന്നെ പരിപാലനത്തിലുമെല്ലാം വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ വെങ്കിടേശ്വരനാണ്. സപ്തഗിരികൾ എന്ന് വിളിക്കുന്ന തിരുമലക്കുന്നുകളിലെ 7ാമത്തെ കുന്നായ ശേഷാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം അഥവാ TTD എന്ന ട്രസ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നത്. തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഭഗവാൻ വിഷ്ണുവിൻ്റെ കലിയുഗ അവതാരമായ ശ്രീനിവാസന്റെ കഥയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ഭൃഗുമുനി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠനെന്ന് പരീക്ഷിക്കാനായി വൈകുണ്ഠത്തിലെത്തി. അവിടെ യോഗനിദ്രയിലായിരുന്ന ഭഗവാൻ വിഷ്ണു ഭൃഗുമുനിയെ ശ്രദ്ധിച്ചില്ല. ഇതിൽ കോപിതനായ മുനി ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടി. വിഷ്ണു ഭഗവാന്റെ നെഞ്ചിലാണ് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി വസിക്കുന്നത്. തൻ്റെ വാസസ്ഥലത്ത് ചവിട്ടിയ മുനിയെ ഭഗവാൻ ശിക്ഷിക്കാത്തതിൽ പരിഭവിച്ച് ലക്ഷ്മി ദേവി വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് പോയതായി പറയുന്നു. മഹാലക്ഷ്മി പോയതോടെ ദുഃഖിതനായ വിഷ്ണു ഭഗവാൻ ദേവിയെ അന്വേഷിച്ച് ഭൂമിയിലെത്തി. തിരുമലക്കുന്നുകളിൽ ഭഗവാൻ തപസ് ചെയ്തു. അവിടെ വെച്ച് വരാഹമൂർത്തിയുടെ അനുഭവത്തോടെ അദ്ദേഹം ശ്രീനിവാസൻ എന്ന പേരിൽ വസിക്കുവാൻ തുടങ്ങി. ഇക്കാലത്ത് ഭഗവാന്റെ വളർത്തമ്മയായ വകുളാദേവി അഥവാ ശ്രീകൃഷ്ണന്റെ വളർത്തമ്മയായ യശോദയുടെ പുനർജന്മമായ വകുളാദേവി കൂടെ ഉണ്ടായതായി പറയുന്നു. അക്കാലത്ത് ആകാശരാജാവിന് പത്മാവതി എന്ന പേരുള്ള മകൾ ഉണ്ടായി. പത്മാവതി ദേവിയെ ശ്രീനിവാസൻ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്തു. ഇവരുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ വിവാഹ ചെലവുകൾക്കായി ശ്രീനിവാസന് പണമില്ലായിരുന്നു. അതിനാൽ അദ്ദേഹം ധനത്തിൻ്റെ ദേവനായ കുബേരിൽ നിന്നും വലിയൊരു തുക കടം വാങ്ങിയതായി പറയുന്നു. ഈ കടം തീർക്കുന്നതുവരെ താൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങില്ലെന്ന് ഭഗവാൻ ഉറപ്പിച്ചു. ഭക്തർ നൽകുന്ന കാണിക്കയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ശ്രീനിവാസൻ ഇപ്പോഴും കുബേരന്റെ കടത്തിൻ്റെ പലിശ വീട്ടുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഭക്തർ അവിടെ ധാരാളമായി കാണിക്ക അർപ്പിക്കുന്നത്. ഒരിക്കൽ പശുവിനെ അടച്ച ഇടയന്റെ കോടാലി കൊണ്ട് ശ്രീനിവാസന്റെ തലയിൽ മുറിവേൽക്കുകയും കുറച്ച് മുടി നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് കണ്ട ഗന്ധർവ രാജകുമാരി നീലാദേവി തൻ്റെ മുടി മുറിച്ച് നൽകി ഭഗവാന്റെ മുറിവിൽ വെച്ചതായി പറയപ്പെടുന്നു. അവളുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ തൻ്റെ അടുക്കൽ വരുന്ന ഭക്തർ മുടി സമർപ്പിക്കുമെന്നും അതിലൂടെ അവരുടെ അഹങ്കാരം ഇല്ലാതാകുമെന്നും അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് എല്ലാവരും ഭഗവാനെ കാണാൻ വരുന്നവരെല്ലാം തലമുണ്ഡനം ചെയ്യുകയും മുടി സമർപ്പണം ചെയ്യുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലെ ഒരു അത്ഭുതമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് യഥാർത്ഥ തലമുടി ഉണ്ട് എന്നുള്ളത്. അത് ഒരിക്കലും കെട്ടുപിണയുന്നില്ലെന്നും ഭക്തർ വിശ്വസിക്കുന്നു. പുറത്ത് നല്ല തണുപ്പാണെങ്കിലും ഭഗവാന്റെ വിഗ്രഹത്തിന് താപനില എപ്പോഴും ചൂടായിരിക്കുമെന്നും വിഗ്രഹം വിയർക്കാറുണ്ടെന്നും പറയുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് അഥവാ തിരുമല ബാലാജി ക്ഷേത്രത്തിലേക്ക് പല മാർഗങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. തിരുപ്പതിയിലെത്തിയാൽ തിരുപ്പതിയിൽ നിന്നും
എപ്പോഴും അങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട്. തിരുപ്പതിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് വിമാനമാർഗമോ ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. വിമാനമാർഗത്തിലാണെങ്കിൽ തിരുപ്പതി നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ അകലെയുള്ള റെനിഗുണ്ടയിലാണ് തിരുപ്പതി എയർപോർട്ട് ഉള്ളത്. അവിടെ നിന്നും ടാക്സിയിലോ ബസ്സിലോ തിരുമലയിലേക്ക് എത്താവുന്നതാണ്. അതുപോലെ തന്നെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിന് അടുത്തോ നിന്നുള്ള ബസ് സ്റ്റാൻഡിൽ നിന്നും എപ്പോഴും തിരുമലയിലേക്ക് ബസ് ഉണ്ടാവുന്നതാണ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ സൗജന്യ ബസ്സുകളും ആന്ധ്രാപ്രദേശിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളും എപ്പോഴും അവൈലബിൾ ഉണ്ട്. ഇത് കൂടാതെ ഭക്തിനിർഭരമായി യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അളവരി വഴി അഥവാ ശ്രീവാരിമേട് വഴിയോ മല കയറി ക്ഷേത്രത്തിലെത്താവുന്നതാണ്. അളവരി വഴി 3550 പടികളും ശ്രീവാരിമേട്ട് വഴി 2388 പടികളുമാണുള്ളത്. സ്വകാര്യ വാഹനമുള്ളവർ അങ്ങനെയും അല്ലെങ്കിൽ ടാക്സിയോ മറ്റോ പിടിച്ചുകൊണ്ടും മുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം മിക്കവാറും എല്ലാ സമയത്തും ഭക്തർക്കായി തുറന്നിരിക്കുകയാണ്. എങ്കിലും ദർശനത്തിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ഒരു ദിവസം ഏകദേശം 1,00,000 മേലിലുള്ള ഭക്തരാണ് എന്നും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. തിക്കിനും തിരക്കിനും അനുസരിച്ച് ഈ ദർശനക്രമത്തിലും പല സമയങ്ങളിലും മാറ്റമുണ്ട്. സാധാരണ ക്ഷേത്രം തുറക്കുന്നത് പുലർച്ചെ 2:30 മണിക്കാണ്. സുപ്രഭാത സേവയോടുകൂടിയാണ് ക്ഷേത്രം തുറക്കുന്നത്. ക്ഷേത്രം അടയ്ക്കുന്നത് ഏകദേശം രാത്രി 1:30 ഏകാന്ത സേവ കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കും. ഭഗവാൻ ഉറങ്ങുന്നത് ഏകദേശം 1 മണിക്കൂർ മാത്രം. ഇതിനിടയിലുള്ള സമയമെല്ലാം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തർക്കായി ഇരിക്കുകയാണ്, ദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ദർശനം പല രീതിയിലുണ്ട്. സർവദർശന ടോക്കണുകളുണ്ട്, അതല്ല SSD ടോക്കണുകളുണ്ട്. SSD ടോക്കണുകൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ നാളെ ദർശനം സാധ്യമാവുന്ന രീതിയിലാണ്. സർവദർശന ക്യൂകൾ, നോർമൽ സർവദർശന ക്യൂകൾ ഒരുപാട് സമയം പോകും. SSD ടോക്കണുകൾ ഏകദേശം 8 മണിക്കൂറുകളോളം പോകും. അതല്ല സ്പെഷ്യൽ എൻട്രി ദർശന ടോക്കണുകളാണെങ്കിൽ 3 മാസം മുമ്പേ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 3-4 മണിക്കൂറുകൾക്കുള്ളിൽ ദർശനം സാധ്യമാവും. അതുപോലെ തന്നെ വിവിധ സേവകളുണ്ട്. ആ സേവകളിലൂടെ കിട്ടുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ടോക്കൺ ഉപയോഗിച്ചും ദർശനം സാധ്യമാണ്. അതല്ല എങ്കിൽ ശ്രീവാരിയിലേക്ക് ശ്രീവാരി ട്രസ്റ്റിലേക്ക് സംഭാവന നൽകുന്നതിലൂടെ കിട്ടുന്ന ടിക്കറ്റുകൾ ഏകദേശം 10,000 രൂപ സംഭാവന ചെയ്യുമ്പോൾ 500 രൂപയുടെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ സെയിം ഡേയിൽ തന്നെ ദർശനത്തിനും സാധ്യമുണ്ട്. അത് ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റുകളാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പല രീതിയിലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കും. ഇതിൽ പ്രധാനം ഇതൊന്നുമില്ലാതെ നേരത്തെ പറഞ്ഞ പോലെ അളബരി വഴിയോ ശ്രീവാരിമേട് വഴിയോ നടന്നു കയറുകയാണെങ്കിൽ മേളിൽ ചെല്ലുന്ന ഉടനെ അങ്ങനെ കയറുന്നവർക്ക് ഫ്രീ ദർശന ടിക്കറ്റുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ കയറി ചെന്ന ഉടനെ തന്നെ ആ ദിവസം തന്നെ ദർശനം സാധ്യമാവുന്ന രീതിയിൽ അവർ അറേഞ്ചും ചെയ്യുന്നുണ്ട്. ഈ പല രീതിയിലും ഭഗവാന്റെ ദർശനം സാധ്യമാണ്. നമ്മൾ സാധനാപുരത്തിൽ സാധാരണ നമ്മൾ 3 മാസം മുമ്പുള്ള സ്പെഷ്യൽ എൻട്രി ദർശന ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മൾ ദർശനം ചെയ്യാറുള്ളത്. നന്ദി.